സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ആദ്യം തന്നെ മാതാവിനോടും മാപ്പ് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ +1 സയൻസ് ബാച്ച്. കഴിഞ്ഞ വർഷം ഞാൻ SLC സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ പിന്നോക്കമായിരുന്നു. എന്നാലും പരീക്ഷ അടുത്തുകൊണ്ടിരുന്നതോടെ എൻ്റെ പേടിയും വർദ്ധിച്ചു. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണമെന്ന് വിചാരിച്ച് ഒരുവിധം നന്നായി പഠിക്കാൻ തുടങ്ങി. അതുവരെ നല്ല ഉഴപ്പായിരുന്നു. അപ്പോൾ പഠിക്കാൻ തുടങ്ങി, പരീക്ഷയൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങുന്നപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാർ തന്നെ എന്നെ മർദ്ദിച്ച്, 3 പേര് ചേർന്ന് എന്നെ മർദ്ദിച്ച്. ഞാൻ പെട്ടെന്ന് ആശുപത്രിയിലായപ്പോൾ HM ചോദിച്ചു, അവരോട് ചോദിച്ച് എന്നെ മർദ്ദിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എന്നെ പരീക്ഷ എഴുതിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ അത് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ ഞാനും എൻ്റെ കുടുംബവും ജോസഫച്ചനെ ഒന്ന് കാണുകയുണ്ടായി. ജോസഫച്ചൻ പറഞ്ഞ് ഒരു കാശുരൂപം തന്നിട്ട് പറഞ്ഞ്, ഈ കാശുരൂപം വെച്ച് നീ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുറത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പരീക്ഷ എഴുതിയാൽ മതി. പിന്നെ നിന്നെ ഉപദ്രവിച്ചവരോട് നീ പകരം ചോദിക്കൊന്നും വേണ്ട, നിന്നെ ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞവരോട്. ഉടനെ തന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഇവിടെ വന്ന് തപസ് ധ്യാനം കൂടാൻ പറയുകയും ചെയ്തു. ഇവിടെ വന്ന് തപസ് ധ്യാനം കൂടി പോയി പരീക്ഷ എഴുതി, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 8+ 2 ഉണ്ടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ഇല്ലെങ്കിലും ഒരിക്കലും എനിക്കത് മേടിക്കാൻ പറ്റില്ലായിരുന്നു. തിരുക്കുമാരനും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞ് നിർത്തുന്നു. നന്നായിട്ട് കരങ്ങളടിച്ച്